ഗ്രാമത്തിൽ രമേശ് എന്ന ആൾ തന്റെ മോളും താമസിച്ചിരുന്നു. വളരെ സന്തോഷത്തിലാണ് അവർ ജീവിക്കുന്നത്. അദ്ദേഹം പാവപ്പെട്ട ആളായിരുന്നു. കടയിൽ നിന്നും കിട്ടുന്നതാണ് അയാളുടെ വരുമാനം. ഒരുപാട് സമയം കടയിൽ ആയിരിക്കും ഉണ്ടാകുക. ഒരു ദിവസം അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതായി. ജോലിക്ക് പോകാൻ പറ്റാത്ത കിടപ്പിലായി. വിട്ടുമാറാത്ത പനി മൂലം സങ്കടത്തിലായി. കുറച്ചു നേരം കഴിഞ്ഞു മോളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നുണ്ട്, കുടിക്കാൻ കുറച്ചു വെള്ളം കൊണ്ടുവരണം. അച്ഛന് എണീറ്റു നിൽക്കാൻ പോലും കഴിയുന്നില്ല മോളെ. മരുന്ന് വാങ്ങാൻ പോലും അച്ഛന്റെ കയ്യിൽ പൈസയില്ല. അച്ഛന്റെ രോഗം മാറാൻ ഇനി എന്താണ് ചെയ്യുക എന്നവൾ പറഞ്ഞു സങ്കടപ്പെട്ടു. ഇനി മരുന്നിന് എന്താണ് ചെയ്യുക എന്നു ആലോചിച്ചു. കുറച്ചു ദിവസം മുമ്പ് ആ നാട്ടിലെ മുതലാളി രമേശിനോട് ഒരു ജോലിയെക്കുറിച്ചു സംസാരിക്കുന്നത് മീന കേട്ടിരുന്നു. ജോലിന്റെ കാര്യം അറിയാൻ വേണ്ടി മീന മുതലാളിന്റെ അടുത്തേക്ക് പോയി. ജോലി കിട്ടോ ഇല്ലേ എന്ന ഒരു ചിന്ത അവൾക്കു ഉണ്ടായിരുന്നു. എനിക്ക് മുതലാളി എങ്ങനേലും ആ ജോലി തരണം. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത്. ഇത് കേട്ട മുതലാളി സന്തോഷത്തോടെ ജോലിക്കു വരാൻ പറഞ്ഞു. മുതലാളിക്ക് ഒരു മകൻ ഉണ്ട്. ഗോപാൽ എന്നാണ് പേര്. അവന്റെ സ്വഭാവം കുറച്ചു മോശമാണ്. അവൾക്ക് ശമ്പളം കൊടുക്കാതെ നിർത്താൻ അവർ ആലോചിച്ചു. മീനയാണെങ്കിൽ നല്ലോണം കഷ്ടപ്പെട്ട് ജോലി എടുക്കും. പൈസ കിട്ടിയിട്ട് അച്ഛന് മരുന്ന് വേടിക്കാൻ വേണ്ടിട്ട്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് അവൾ വേഗം പോകും. വീട്ടിൽ എത്തിയിട്ട് വേണം അച്ഛന് എന്തെങ്കിലും ഭക്ഷണമുണ്ടാക്കി കൊടുക്കാൻ. വീട്ടിൽ എത്തിയിട്ട് നോക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു സാധനവും ഉണ്ടായിരുന്നില്ല. അവൾ ഇനി എന്തു ചെയ്യും എന്ന ഒരു വിഷമത്തിലായി. അച്ഛാ, ഇന്നു റൊട്ടിയും വെള്ളവും മാത്രമുള്ളൂ നമുക്ക് കഴിക്കാനുള്ളത്. നാളെ ഞാൻ മുതലാളിന്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും കൊണ്ടുവരാം അച്ഛാ. അങ്ങനെ അടുത്ത ദിവസം മുതൽ മീന ബാക്കി വരുന്ന ഭക്ഷണം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഇതെല്ലാം ഗോപാൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛന് തീരെ സുഖമില്ലാതെ കിടപ്പിലാണ്. മരുന്ന് വാങ്ങാൻ കുറച്ചു പൈസ തരണം മുതലാളി. നിനക്ക് ഭക്ഷണം ഒക്കെ കൊണ്ടുപോകും വേണം, പൈസയും വേണം. അതൊന്നും തരാൻ പറ്റില്ല. നീ ഇവിടെ നിന്നും കൊണ്ടുപോയ ഭക്ഷണം തിരിച്ചു കൊണ്ടുവാ, എന്നാൽ നിനക്ക് പൈസ തരാം. ഇവിടെ ബാക്കി വരുന്ന ഭക്ഷണമല്ലേ ഞാൻ കൊണ്ടുപോകുന്നത്. എന്തായാലും അത് വെറുതെ കളയല്ലേ ചെയ്യുന്നത്. ആ ഭക്ഷണം ഞങ്ങൾ കഴിക്കാലോ. അതു കേട്ടപ്പോൾ അവൻ ഇനി നീ ജോലിക്ക് വരണ്ടാന്ന് പറഞ്ഞ് അവളെ പുറത്താക്കി. പോകുന്ന വഴിയിൽ വെച്ച് അവളുടെ ടീച്ചർ അവളെ കണ്ടു. മീന, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അവൾ നടന്ന കാര്യങ്ങളൊക്കെ ടീച്ചറോട് പറഞ്ഞു. നീ വിഷമിക്കണ്ട. എന്റെ വീട്ടിൽ ജോലി ചെയ്തോ. അതിന്റെ കൂടെ നിനക്ക് പഠിക്കുകയും ചെയ്യാം. ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല ടീച്ചർ. ഇതിന്റെ ഇടയിൽ അവളുടെ മുതലാളിയെ പണം തട്ടിപ്പ് കേസിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഗോപാൽ ഒറ്റപ്പെട്ടുപോയി. ഭക്ഷണത്തിന് പോലും എന്താ ചെയ്യാന്നു അറിയാതെ ഓരോ വീട്ടിലും പോയി. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരണം. ഇവിടെ ഒന്നുമില്ല, വേറെ എവിടേക്കെങ്കിലും പോ. ഇതെല്ലാം മീന കേൾക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി നിനക്ക്? ഈ ഒരു അവസ്ഥയിൽ നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്തായാലും വാ, നമുക്ക് എന്റെ വീട്ടിൽ പോയി എന്തേലും കഴിക്കാം. അങ്ങനെ അവർ മീനയുടെ വീട്ടിലേക്കു പോയി. ഗോപാൽ ഭക്ഷണവും കഴിച്ചു. ഒരുപാട് നന്ദിയുണ്ട് മീന. നിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, സോറി. പാവപ്പെട്ട ആളായാലും പണക്കാരനായാലും എല്ലാവർക്കും വിശപ്പ് ഇരുപോലെയല്ലേ. വിശപ്പിന്റെ വേദനയല്ലേ. വിശപ്പിന്റെ വേദന എനിക്കറിയാം, അതൊന്നും സാരമില്ല.